ഏത് സിനിമയാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന താരമായിരിക്കും ആ സിനിമയുടെ തുടക്കം മുതലുള്ള ഹൈപ്പിന് കാരണം. ഒരു സംവിധായകൻ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സംവിധായകനേക്കാൾ കൂടുതൽ ആ താരത്തിന് മൂല്യമുണ്ടാകും. തിയേറ്ററുകളിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റു പോകുന്നതിനും പ്രധാന കാരണക്കാരൻ അയാൾ തന്നെയാണെന്ന്, ഈ താരം തന്നെയാണെന്ന് പറയാം. ഇന്ത്യൻ സിനിമയിൽ വലിയ ബഡ്ജറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന നായകന്മാർക്ക് പ്രതിഫലം കൂടുതലാണ് എന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. വലിയ ബഡ്ജറ്റുള്ള സിനിമകളിൽ നായകന്മാർ ഏകദേശം 100 കോടിയിലധികം പ്രതിഫലം വാങ്ങുന്ന കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 100, 150, 200 ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു വില്ലനാണ് 200 കോടിയിലധികം പ്രതിഫലം സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. ഒരുപക്ഷെ ആ സിനിമയിലെ നായകൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഈ വില്ലന് വേണ്ടി നൽകുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ബിഗ് ബഡ്ജറ്റ് സിനിമകളിലെ മുൻനിര നായകന്മാർ, അതായത് ഒരുപാട് സിനിമകളിൽ നായകന്മാർ അഭിനയിച്ച, അതും വലിയ സിനിമകളിൽ നായകന്മാരായി അഭിനയിച്ച താരങ്ങളൊക്കെ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സംഭവം ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നായകന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങാനും അത് തുടങ്ങി. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സെയ്ഫ് അലി ഖാനൊക്കെ നല്ല രീതിയിൽ നായകനായി തിളങ്ങിയിരുന്ന ഒരു താരമായിരുന്നു. പെട്ടെന്നാണ് തെലുങ്ക് സിനിമകളിലൊക്കെ വില്ലനായി കാണുന്നത്. എന്നാൽ ഞാനിവിടെ പറയുന്നത് സെയ്ഫ് അലി ഖാന്റെ കാര്യമല്ല. ഇന്ത്യയിൽ രണ്ടാമത്തെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു താരത്തെ കുറിച്ചാണ്. KGF താരം യാഷിനെ കുറിച്ച് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹം ഒരു ബോളിവുഡ് സിനിമയിൽ വില്ലനായി അഭിനയിക്കുന്നതിന് വേണ്ടി വാങ്ങിയത് 200 കോടി രൂപയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി മാറിയിരിക്കുകയാണ് കന്നഡ സൂപ്പർ താരം യാഷ്. ഇന്ത്യയിലെ ഏറ്റവും ചിലയേറിയ ചിത്രമായി ഒരുങ്ങുന്ന നിതേഷ് തിവാരിയുടെ രാമായണ എന്ന ചിത്രത്തിൽ വില്ലനും ചിത്രത്തിന്റെ നിർമ്മാതാവും കൂടിയാണ് താരം. യാഷിന്റെ മൊത്തം പ്രതിഫലവും ചിത്രത്തിലെ വിതരണ വിഹിതവും 200 കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നത്. ഇത് സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്ന അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറായി എത്തുന്ന രാമന്റെ കഥാപാത്രമായി എത്തുന്ന രൺബീർ കപൂറിനേക്കാൾ കൂടുതലാണ്. രാമായണത്തിലെ രാവണനായാണ് യാഷ് എത്തുന്നത്. ഇതോടെ ഇതുവരെയുള്ള സിനിമകൾ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി യാഷ് മാറും. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം 75 കോടിയാണ് രൺബീർ കപൂർ ചിത്രത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സായി പല്ലവി ഏകദേശം 6 മുതൽ 10 കോടി രൂപ വരെയാണ് ആവശ്യപ്പെട്ടത് എന്നാണ് വാർത്തകൾ വരുന്നത്. നായകന്റെയും വില്ലന്റെയും പ്രതിഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ തുകയാണ് ഇതെങ്കിലും പ്രതിഫലം ഇരട്ടിയാക്കിയിരിക്കുകയാണ് സായി പല്ലവി. സണ്ണി ഡിയോൾ, ലാറ ദത്ത, രാകുൽ പ്രീത് സിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ആദ്യ ഭാഗം 2026 ദീപാവലി റിലീസായും രണ്ടാം ഭാഗം 2027 ദീപാവലിക്കുമായാണ് റിലീസ് ചെയ്യുന്നത്. രാമായണത്തിനായി 200 കോടി രൂപ യാഷ് വാങ്ങുന്നത്, രാമായണ സിനിമയ്ക്കായി 200 കോടി രൂപ യാഷ് വാങ്ങുന്നത് നിസ്സാര കാര്യമല്ല. ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ പോലും ഒരു ചിത്രത്തിന് ഈടാക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ് ഈ ഒരു തുക. എനിക്ക് തോന്നുന്നത് സൽമാൻ ഖാനോ ഷാറുഖ് ഖാനോ പോലും ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഏകദേശം 150 കോടി രൂപയോളമാണ് നമ്മുടെ ഷാറുഖ് ഖാനും അതുപോലെ സൽമാൻ ഖാനും ഒക്കെ പ്രതിഫലമായി വാങ്ങാറുള്ളത്. നിലവിൽ നായകനായി അഭിനയിച്ചതിന് അല്ലു അർജുൻ മാത്രമാണ് 300 കോടിയോളം രൂപ പ്രതിഫലമായി വാങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇതൊരു വില്ലൻ കഥാപാത്രത്തിനാണ് 200 കോടി എന്ന് ആലോചിക്കണം. എന്നാൽ ഇവിടെ രാവണനായാണ് വരുന്നത്, അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇത് ചെറുതാക്കിയും കാണാൻ സാധിക്കില്ല. സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഇത്, അല്ലെങ്കിൽ അഥവാ കിട്ടിയില്ലെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. അനിമൽ എന്ന സിനിമയിൽ അഭിനയിച്ചതോടുകൂടി രൺബീർ കപൂറിന്റെയും താരമൂല്യം വളരെ വലുതാണ്. 2 പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്, ഒരാൾ നായകനായും ഒരാൾ പ്രതിനായകനായും. എന്തായാലും നിങ്ങൾക്ക് യാഷിനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.